കുറേ നാൾ കൂടി ഒരു കുഞ്ഞ് പൊട്ടൊക്കെ കുത്തി ചുരിദാറൊക്കെ ഇട്ട് സുന്ദരമായി ഞാൻ പള്ളിയിലേക്ക് പോകാൻ പോവുക കേട്ടോ. എന്താ വാ ഒന്ന് വിശുദ്ധിയുടെ മാർഗത്തിൽ കൂടെ പോയേച്ച് വരാം. എന്തായാലും ഒരു വഴിക്ക് പോവുമല്ലേ. നമ്മുടെ പള്ളിയിലെ അച്ഛനും കപ്പിയിറക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ നാടിൻ്റെ മണമുള്ള നല്ല ഒന്നാന്തരം കപ്പ ബിരിയാണിയൊക്കെ പൊതിഞ്ഞെടുത്ത് അച്ഛനും കൊണ്ട് കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ആഹാ നല്ല നോയമ്പായിട്ട് ഈ കുട്ടിച്ചേർത്തന്മാരെയും കൂട്ടി ഇങ്ങോട്ട് വന്നേക്കുന്നത് അച്ഛൻ്റെ നോയമ്പ് വിളിക്കാനാണോ എന്ന്. അച്ഛൻ പക്ഷെ ഒത്തിരി താങ്ക് യു ഒക്കെ പറഞ്ഞു. പിന്നെ എപ്പോഴേലൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ ഈ നോയമ്പിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും അഡിക്ഷനുള്ള സാധനമല്ലേ ഒഴിവാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ ചിക്കനൊക്കെ കഴിച്ച് മടുത്ത്. ഇപ്പം ഒഴിവാക്കാൻ പറ്റാത്തത് ഈ സോഷ്യൽ മീഡിയയ്ക്ക് റീല് കാണുക, നെയിൽ പോളിഷ് ഇടുക, മേക്കപ്പ് ഇടുക, ഇതൊന്നും പറ്റുന്നില്ല. അറിയാതെ ആണെങ്കിലും ഇട്ട് പോകും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് ഏറ്റവും അഡിക്ഷനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇറച്ചി മീനും ഓക്കെ, അത് സൈഡിൽ കൂടി ഒഴിവാക്കണം. അല്ല ഇപ്പൊ 5 മണിക്ക് പോകാന്ന് വെച്ചാൽ കാറ്റഗറിസം പിള്ളേര് ഒത്തിരി ലേറ്റ് ആവില്ല. 5 മണിക്ക് 6 മണിക്ക് ശേഷം കളിക്കാൻ പോയാൽ പറ്റാണ്. 11 മണി രാത്രി 11 മണി കളിക്കാൻ പറ്റുന്നത്. എല്ലാ 5 മണി കഴിഞ്ഞിട്ട് 5 മണിക്ക് എന്നുള്ളത് 6 മണി മതിയായിരുന്നു. അങ്ങനെ പള്ളിയിലെ അച്ഛനെയും കൂട്ടി കത്തി വെച്ച് വന്നുകൊണ്ട് വണ്ടി പ്രത്യേകിച്ച് തള്ളേണ്ടി വന്നില്ല. നമ്മൾ അച്ഛനെ പള്ളിമേടെ കൊണ്ടുവിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ചിക്കിങ്ങിലും കൂടി കയറി. അതും നമ്മുടെ സ്വന്തം പ്രസ്റ്റേളിൽ ഇപ്പം 400-ലധികം ഷോപ്പുണ്ട് ചിക്കിങ്ങിന്. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ, അത് കഴിച്ചപ്പോൾ നമുക്കൊരു എനർജി, നമ്മുടെ വണ്ടിക്കും കൂടി കുറച്ച് എനർജി കയറ്റിയേക്കാന്ന് കരുതി നമ്മൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ച് ഒരു മലമണ്ടയിൽ മല കയറാൻ പോവുകയാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് ദഹിക്കണ്ടേ. പക്ഷേ വയസ്സും പ്രായമൊക്കെ ആയി ഗൈസ്. ഇപ്പം പഴയ പോലെ മലയൊന്നും കയറാൻ പറ്റുന്നില്ല, കാലുവേദനയാണ്. കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാന്ന് തോന്നുന്നു. ദേഹത്ത് കുറച്ച് തിരുമുറിവുകളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു നോയമ്പ് കാലം ആശംസിക്കുന്നു. ബൈ.